ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു മേക്കപ്പ് ലുക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈദ് മേക്കപ്പാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ലാക്മി പെർഫെക്റ്റ് റേഡിയൻസ് ഡേ ജെൽ ക്രീം, ആ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും എടുക്കണ്ടായിരുന്നു, കുറച്ചെടുത്താൽ തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു ഡ്യൂയി ഗ്ലോയി ഫിനിഷാണ് കിട്ടുന്നത് കേട്ടോ. ഫേസ് ചെറുതായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ ഇന്ന് ബേസ് പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ തന്നെ ഒരു മൂസ് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് 03 ഗോൾഡൻ സാൻഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന ഷെയ്ഡ്. ഇതെനിക്ക് കുറച്ചൊന്ന് യെല്ലോ ആക്കുന്ന പോലെ എനിക്ക് തോന്നി, ബട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പെർഫെക്റ്റ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. എനിക്കിത് കുറച്ചധികം യെല്ലോയിഷ് ഷെയ്ഡ് പോലെയാണ് തോന്നിയത്. പക്ഷെ എന്നാലും അത്യാവശ്യം മാച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫേസ് ഫുള്ളായിട്ട് ഞാനിത് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. കണ്ണിൻ്റെ മുകളിലും താഴെയും ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഡാർക്ക് സർക്കിൾസൊക്കെ ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മാറ്റ് പൗഡറി ടെക്സ്ചറാണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഫിനിഷ് ഒരു മാറ്റ് ഫിനിഷാണ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എക്സ്ട്രാ പൗഡർ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഡ്രൈ സ്കിന്നിന് ഇത് കുറച്ചധികം സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ വിൻ്റർ ടൈമിൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചധികം ഡ്രൈനെസ്സും പാച്ചസൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ വന്നിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു. ഷീഗ്ലാമിൻ്റെ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഷെയ്ഡ് വരുന്നത് ലവ് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഖത്തറിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ടോപ്പ് ഫേസ് മിലാനോ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന പെൻസിലാട്ടോ. പിന്നെ ഞാനൊരു സ്പൂളി വെച്ചിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പാക്കിൻ്റെ ട്രാൻസ്ലൂസൻ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിത് ജസ്റ്റ് ഐ ഷാഡോ ഇടുന്നതിന് മുന്നായിട്ട് ക്രീസ് ചെയ്യാണ്ടിരിക്കാനും അതുപോലെ തന്നെ ഐ ഷാഡോയുടെ പൗഡർ വീണ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ താഴെ മാത്രം ഒന്ന് ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഷെയ്ഡ് വരുന്നത് 02. ഇതൊരു നോർമൽ ട്രാൻസ്ലൂസൻ പൗഡർ തന്നെയാണ് കേട്ടോ. അത് വെച്ച് ഞാൻ ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ എക്സ്ക്ലൂസീവ് റൊമാൻറ്റിക് കളർ പ്രൊഫഷണൽ മേക്കപ്പ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഏതോ ഒരു ബ്രാൻഡിൻ്റെ പാലറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഖത്തറിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഞാൻ ആദ്യം തന്നെ ഒരു ഓറഞ്ചിഷ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം ബ്ലാക്ക് ഷെയ്ഡ് എടുത്ത് കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഈ ബ്ലാക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മെർജായിട്ട് വരണം കേട്ടോ. നമ്മൾ സമയമെടുത്ത് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ്. അതിന് മുന്നായിട്ട് ഞാൻ ഈ ഒരു ബേക്ക് ചെയ്ത് വെച്ചിരുന്ന ട്രാൻസ്ലൂസൻ പൗഡർ ഉണ്ടല്ലോ, അത് ഒരു ടിഷ്യൂ വെച്ച് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐഷാഡോ പാലറ്റിന് കുറച്ചധികം പൗഡറാണ് കേട്ടോ. കാരണം നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പൗഡേഴ്സ് താഴെ നന്നായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിത് ബേക്ക് ചെയ്തത്. പിന്നെ ഞാനിന്ന് യൂസ് ചെയ്യുന്ന ഐലൈനർ ലാക്മി ഐക്കോണിക് ഐലൈനർ ഉണ്ടല്ലോ, അതാട്ടോ. ഇത് നല്ല വാട്ടർ പ്രൂഫാണ്. മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേറ്റർ നല്ല തിന്നാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ വാലിട്ട് കണ്ണെഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ വാലിട്ട് കണ്ണെഴുതിയിട്ടൊക്കെ കുറേ നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം സമയം എടുത്തു കേട്ടോ എനിക്കിത് ഇതുപോലെ രണ്ട് കണ്ണും ഒരുപോലെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് മാഴ്സിൻ്റെ ഡബിൾ ട്രബിൾ മസ്കാരയാണ് കേട്ടോ. ഇതിന് 2 സൈഡ് ഉണ്ട്, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ലെങ്തൻ ചെയ്യിക്കുന്നതും രണ്ടാമത്തെ സ്റ്റെപ്പ് വോളിമൈസ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനകത്ത് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ആ രണ്ടാമത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് യൂസ് ചെയ്ത് കണ്ണിൻ്റെ മുകളിലും കണ്ണിന് താഴെയൊക്കെ അത്യാവശ്യം നല്ല തിക്കോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മസ്കാരയാണ് കേട്ടോ. നല്ല പെർഫോമൻസാണ്, മാത്രമല്ല ഭയങ്കര അഫോർഡബിളാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്. നമുക്കിത് റിമൂവ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്ററും മാഴ്സിൻ്റെ തന്നെയാണ് കേട്ടോ. മാഴ്സിൻ്റെ ഗ്ലോ ഫ്ലൈ ലിക്വിഡ് ഹൈലൈറ്റർ. ഇത് ഞാൻ ഷെയ്ഡ് വാങ്ങിയിരിക്കുന്നത് 02 ആണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഹൈപ്പിലുണ്ടായിരുന്ന ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഹൈലൈറ്ററൊന്നും യൂഷ്വലി യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതൊരു ഫങ്ഷൻ ന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് ആയതുകൊണ്ട് കുറച്ചധികം മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്തതാണ് കേട്ടോ. പ്രൊഡക്റ്റ് നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അതിനുശേഷം ഞാൻ ലിപ്പ് ഒന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിങ്ക് കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മെറൂൺ ഷെയ്ഡിലുള്ള നല്ല ഭംഗിയുള്ളൊരു ലിപ്പ് ലൈനറാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഓൾറെഡി ടിൻറ്റഡ് ലിപ് ബാമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളറും എൻ്റെ ലിപ്സിലുണ്ട് കേട്ടോ.
എന്നിട്ട് ഞാൻ ഈ ലിപ് ലൈനർ ജസ്റ്റ് ഒന്ന് ലിപ്സ് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ റവല്യൂഷൻ്റെ എയർ ബ്ലർ സോഫ്റ്റ് മാറ്റ് ലിക്വിഡ് ലിപ്പ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷെയ്ഡ് വരുന്നത് ഡ്രീമി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് ആദ്യമായിട്ടാണ് ഈ റവല്യൂഷൻ്റെ ബ്രാൻഡ് യൂസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വളകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുപ്പിവളയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല മെറൂൺ ഷെയ്ഡിലുള്ളതും വൈറ്റ് ഷെയ്ഡിലുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഔട്ട്ഫിറ്റിന് മാച്ച് ആവുമെന്ന് തോന്നിയ കാരണം കൊണ്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സിൽവർ മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ലുക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സ് വരുന്നത് മിന്ത്രയിൽ നിന്നാണ്. ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.